പക്ഷെ നമ്മളെ കംപ്ലീറ്റ് ഡൈവേർട്ട് ചെയ്ത് വിടുവാണ്. അപ്പൊ ഡൈവേർട്ട് ചെയ്യുന്ന എന്റെ റൈറ്റ് ആണ് പോകുന്നത്. എന്നാ സെൻട്രൽ സ്റ്റേഡിയം ഗാനമേള നടക്കുന്നുണ്ട്, മീറ്റിംഗ് നടക്കുന്നുണ്ട്, പ്രധാനമന്ത്രിമാര് വരുമ്പോൾ പ്രസംഗിക്കാൻ നടക്കുന്ന എല്ലാം അവിടെയാണ്. ഒരു കാര്യം നിങ്ങൾ സമരം ചെയ്തതെല്ലാം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി. തിരുവനന്തപുരം നഗരത്തിൽ ഫേസ് ചെയ്യുന്ന പ്രധാന 3 വിഷയങ്ങൾ ഒന്നിതാണ്. ഒന്ന്, ഈ ശരിയായ പാർക്കിംഗ് സംവിധാനം നഗരത്തിനകത്തില്ല. രണ്ടാമത്തെ വിഷയം, ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ലേഡീസ് ആവട്ടെ ജെൻസ് ആവട്ടെ ശരിയായ വാഷ്റൂമോ ടോയ്ലറ്റ് സംവിധാനമോ നഗരത്തിലില്ല. ഇതിലെല്ലാറ്റിലും ഉപരി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം, അപ്രതീക്ഷിതമായിട്ടായിരിക്കും MG റോഡിൽ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നത്. ബ്ലോക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണം സെക്രട്ടേറിയറ്റിലേക്കുള്ള ജാഥകളായിരിക്കും. ഈ മൂന്ന് വിഷയം തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഒരു ശാപമായിട്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് എന്താ പറയുക? ഒന്ന്, സെക്രട്ടേറിയറ്റിന്റെ നടയിലുള്ള സമരം. രണ്ടാമത്തെ കാര്യം രാജ്ഭവന്റെ അടുത്തുള്ള സമരം. ഈ 2 സമരവും സിറ്റി അങ്ങ് സ്തംഭിപ്പിക്കും. കാരണം ഇത് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട്. ഇപ്പൊ വെള്ളയമ്പലം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് കണക്ടിവിറ്റി. കാര്യം ക്രൈസ്റ്റ് നഗർ സ്കൂൾ, നിർമ്മല ഭവൻ സ്കൂൾ, ഹോളി ഏഞ്ചൽസ് ഇതെല്ലാം ഇരിക്കുന്ന സ്കൂളിന്റെ സ്ഥലമാണ്. അപ്പൊ ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. മാത്രമല്ല ഇതൊരു ട്രങ്ക് റോഡാണ്, നെടുമങ്ങാട് പോകുന്ന റോഡാണ്. ഈ റോഡിൽ അങ്ങ് ഇട്ടിട്ട് എത്രയോ സർക്കാർ ഉത്തരവ് വന്നിട്ട് പോലും ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അവർക്ക് ഹൈക്കോടതി നമുക്ക് തന്ന വിധി, അതാത് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കേണ്ട ആരാണ്? ഒന്നിൽ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ DGP. ഈ 2 പേരും നടപ്പിലാക്കാതിരുന്നവന് എങ്ങനെ നടക്കും? കാര്യം ഇവര് പറയുന്നവരാ റോഡ് തടസ്സം ചെയ്യാൻ പാടില്ലാണ്. എന്നിട്ട് എന്ത് ചെയ്യും? റോഡിന്റെ ഒരു വശത്ത് കയറി ഇതിരിക്കും. കാരണം തടസ്സമില്ലല്ലോ, വണ്ടി പോകുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളെ കംപ്ലീറ്റ് ഡൈവേർട്ട് ചെയ്ത് വിടുവാണ്. അപ്പൊ ഡൈവേർട്ട് ചെയ്യുന്ന എന്റെ റൈറ്റ് ആണ് പോകുന്നത്. അവര് സമരം ചെയ്യാനുള്ള റൈറ്റ് പോലെ എനിക്ക് യാത്ര ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്, ഇവിടെ ഉള്ള ആൾക്കാർക്ക് റൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ സമരം ചെയ്യുന്നതുകൊണ്ട് നീ 2 കിലോമീറ്റർ ചുറ്റി അങ്ങ് പോകും എന്ന് പറയുന്ന ലോജിക്കില്ല. ഇപ്പൊ അടുത്ത് നമ്മൾ ആ കേസ് ഇപ്പൊ സുപ്രീം കോടതിയിലോട്ടേക്ക് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഒന്ന്, നമ്മൾ പറയുന്നത് സമരം വേണം. അത് സമരം എന്ന് പറഞ്ഞാൽ ഒരാളുടെ റൈറ്റ് ആണ്. ആര് വേണം സമരം ചെയ്യട്ടെ. പക്ഷെ സർക്കാർ അവർക്ക് സമരം ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കും. ഒന്നിൽ സെൻട്രൽ സ്റ്റേഡിയം വേണ്ടാന്ന് വെക്കുക. നമുക്ക് സെൻട്രൽ സ്റ്റേഡിയം വേണ്ട, സ്പോർട്സിന് വേണ്ട. അവിടെ സ്പോർട്സ് ഒന്നും അല്ലല്ലോ നടക്കുന്നത്. എന്നാൽ സെൻട്രൽ സ്റ്റേഡിയം ഗാനമേള നടക്കുന്നുണ്ട്, മീറ്റിംഗ് നടക്കുന്നുണ്ട്, പ്രധാനമന്ത്രിമാര് വരുമ്പോൾ പ്രസംഗിക്കാൻ നടക്കുന്ന എല്ലാം അവിടെയാണ്. ഒരു കാര്യം നിങ്ങൾ സമരം ചെയ്തതെല്ലാം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി. സെൻട്രൽ സ്റ്റേഡിയത്തിന് പൊക്കിയെടുക്കുക, അതിന്റെ അടിയിൽ പാർക്കിംഗ് ആക്കുക. സെൻട്രൽ സ്റ്റേഡിയം ലിഫ്റ്റ് ചെയ്താൽ സെൻട്രൽ സ്റ്റേഡിന്റെ അടിയിൽ പാർക്ക് ചെയ്യാൻ ഒരു 10, 500, 600 അല്ലെ ഒരു 1000 കാറെങ്കിലും ഡബിൾ ലെയറിൽ 2 ലെവൽ പാർക്കിംഗ് വന്നാൽ അത്രയും കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അല്ല അതിന് നല്ല സെൻട്രൽ സ്റ്റേഡിയം ആക്കുന്നെങ്കിൽ സ്റ്റേഡിയം ആക്കുക. ഇത് എന്താ പറ്റുന്ന പറഞ്ഞാൽ ഇവർക്കൊന്നും സമരം ചെയ്യാൻ എല്ലാവർക്കും പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്താൽ ഈ സമരം വിജയിച്ചെന്ന് തോന്നുന്നു. അത് നമ്മൾ കേഴ്സിയാണ്. നമ്മൾ പോകുന്നവരൊക്കെ ശപിച്ചോണ്ടാ പോകുന്നത്. നീ ഒന്നും നന്നാവില്ല, നീ ഒക്കെ അനുഭവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ സമരം ചെയ്ത ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ആൾക്കാരെ അവർ സമരം ചെയ്യുന്ന സന്തോഷം കൊണ്ടല്ല പോകുന്നത്. ആൾക്കാർ ഇവരെ സമരം കൊണ്ട് അവർ പൊറുതി മുട്ടിയാ പോയിക്കൊണ്ടിരിക്കുന്നത്.